ഹായ് ഗൈസ്, ഇന്നത്തെ നമ്മുടെ ഒരു കുഞ്ഞു വ്ളോഗാണ്. നമ്മുടെ സ്റ്റേഡിയത്തിൽ വന്ന എക്സിബിഷൻ കാണാനാണ് ഈ പോണത്. മഞ്ഞുമ്പൽ ബോയ്സ് കാരണം ഹിറ്റായ ഗുണ കേവാണ് ഈ പ്രാവശ്യത്തെ തീം. കൊടൈക്കനാൽ പോയി ഗുണ കേവ് കാണുന്നതാണ് അതിൻ്റെ ത്രില്ലെന്ന് വിചാരിക്കുന്ന നമ്മളും ഇത്രയും തൊട്ടടുത്ത് അത് പോയി കാണാൻ പറ്റിയ ആഹ്ലാദത്തിൽ നടക്കുന്ന നമ്മുടെ അച്ഛനമ്മമാരും കൂടി ഒരുമിച്ചാണ് ഈ നടന്നു പോകുന്നത്. എന്തായാലും ഒരു ഗുഹേൻ്റെ ഉള്ളിൽ കൂടെ നടക്കുന്ന ഒരു ഫീല് അത് വേറെ തന്നെയായിരുന്നു. ഈ ഞണ്ണും കോഞ്ചറിങ്ങിൻ്റെ ഒക്കെ നെക്സ്റ്റ് പാർട്ട് കാത്തിരിക്കുന്ന നമുക്ക് ഇതൊക്കെ കണ്ടിട്ട് എന്താവാനാലേ. എന്തൊക്കെയായാലും ഇച്ചു ഭയങ്കരമായിട്ട് എക്സൈറ്റഡ് ആയിട്ടാണ് നടക്കുന്നത്. അവൾക്കെല്ലാം പുതിയതാണല്ലോ. അവളുടെ മാമൻ ബാക്കിൽ വന്ന് അവളെ പേടിപ്പിക്കുന്നതാണ് ഈ കാണുന്നത്. നമ്മളീ നടന്നു പോകുമ്പോൾ തന്നെ കുറച്ച് സൗണ്ട് എഫക്ട്സ് ഒക്കെ കേൾക്കാം കേട്ടോ. പിന്നെ ഈ കാണുന്ന പോലത്തെ ഐറ്റംസ് നമുക്ക് പോണ വഴിയെ കണ്ടുകൊണ്ടേയിരിക്കാം. അതിൻ്റെ അടുത്തായിട്ട് ചെറിയൊരു വാട്ടർഫോൾ അവർ സെറ്റ് ചെയ്തിട്ടുണ്ട്. അത് നന്നായിരുന്നു കാണാനായിട്ട്. ഇത് കഴിഞ്ഞ് ഉള്ളിലേക്ക് വന്നാൽ നമുക്ക് മാജിക്കൽ ഗാർഡനും സ്നോ വേൾഡും കാണാൻ പറ്റും. എന്നാലും ഞങ്ങൾക്ക് ഏറെ ഇഷ്ടപ്പെട്ടത് ഈ മാജിക്കൽ ഗാർഡൻ തന്നെയാണ് കേട്ടോ. നല്ല ഫോട്ടോസ് എടുക്കാൻ പറ്റിയ നല്ല ആംബിയൻസ് ആയിരുന്നു ഉള്ളിൽ. പക്ഷേ ഈ കാണുന്ന പോലെ തന്നെ നല്ല തിരക്കായിരുന്നു. അതുകൊണ്ട് തന്നെ ഫോട്ടോസൊക്കെ എടുക്കാൻ കുറച്ചൊന്ന് ബുദ്ധിമുട്ടി. ഇനി കാണുന്നതാണ് നമ്മുടെ UK കൾച്ചറൽ സിംബിളായ ഐക്കോണിക് റെഡ് ടെലിഫോൺ ബോക്സ്. അതിൽ കയറണം പറഞ്ഞിട്ടാണ് ഇച്ചു ഈ വാശി പിടിക്കുന്നത്. അവൾക്കറിയില്ലല്ലോ ഈ തിരക്ക് വന്ന കുറച്ചൊന്ന് വെയിറ്റ് ചെയ്യണമെന്ന്. അവൾക്ക് എവിടെ ക്ഷമ. അങ്ങനെ ലാസ്റ്റ് അവൾക്ക് അതിലുള്ളിൽ കയറാൻ പറ്റി. അതിന് സന്തോഷമാണ് ഈ കാണുന്നത്. ഒറ്റയ്ക്ക് തന്നെ തുറക്കണം, ഒറ്റയ്ക്ക് തന്നെ കയറണം, ഒറ്റയ്ക്ക് തന്നെ അടയ്ക്കണം. അടുത്തത് തന്നെ സ്നോ വേൾഡും കണ്ട് കുറച്ച് ഫോട്ടോസ് എടുത്ത് നമ്മൾ പുറത്തേക്ക് ഇറങ്ങി. ഇനിയാണ് നമ്മുടെ എൻ്റർടൈൻമെൻറ്റ് ഏരിയ. ഇച്ചു ഇത് കണ്ടത് ഫുള്ള് ചാടി ഇറങ്ങി. പ്ലെയിനിൽ കയറാൻ പേടിയുണ്ടോ ചോദിച്ചപ്പോൾ ഞാൻ എത്ര ഫ്ലൈറ്റിൽ കയറിയത് എൻ്റെ മോനെ എന്ന് പറഞ്ഞിട്ട് അതിൻ്റെ ഉള്ളിൽ കയറി ഇരിപ്പ് തുടങ്ങിയ ആള്. ഒട്ടും വൈകിക്കാതെ തന്നെ ഞങ്ങൾ ഇച്ചുൻ്റെ കൂടെ ചേർന്നു. ഇച്ചുവിന് പിന്നെ അവിടെ കണ്ടത് എല്ലാത്തിലും കയറണമെന്നായി. അടുത്തത് അവളൊരു പ്ലേ ഏരിയയിലാണ് കയറിയത്. ഓരോ ചുവട് വയ്ക്കുമ്പോഴും സൂക്ഷിച്ച് വെച്ചില്ലെങ്കിൽ അടി തെറ്റുന്ന നമ്മൾ ഈ 30 കൊല്ലം കൊണ്ട് പഠിച്ചതാണെങ്കിൽ അവളിപ്പോഴേ അത് പഠിച്ചു. അത്രയ്ക്ക് ശ്രദ്ധിച്ചിട്ടാണ് അവൾ നടന്നത്. അതുമാത്രമല്ല, അവൾ കളിക്കുന്നതിൻ്റെ ഇടയിൽ മറ്റു കുട്ടികളെയും കൂടി ഹെൽപ്പ് ചെയ്യാൻ കൂടി അവൾ മറന്നില്ല. അത്രയ്ക്ക് കെയറിങ് ആയിരുന്നു അവിടെ കണ്ടത്. പിന്നെ ഈ കാണുന്ന ജെയിംബിൻ്റെയും ബാക്കി റൈഡിൻ്റെയും ഒക്കെ ഭംഗി മാത്രം ആസ്വദിച്ചാൽ മതി എന്നായിരുന്നു എൻ്റെ തീരുമാനം. കാരണം കഴിഞ്ഞ പ്രാവശ്യം ആദ്യമായിട്ട് അവസാനമായിട്ട് കയറിയതിൻ്റെ ക്ഷീണം ഇതുവരെ മാറിയിട്ടില്ല. അങ്ങനെ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങാനായിട്ട് എക്സിറ്റിൻ്റെ അവിടെ പോകുമ്പോഴാണ് ഇച്ചു ഇത് കാണുന്നത്. അവൾക്ക് പിന്നെ ഈ സ്ലൈഡിൽ കയറണം എന്നായി. ആക്ച്വലി ഇച്ചുവിനെ പറ്റിയതായിരുന്നില്ല ഇത്. ഇച്ചു കുറച്ചും കൂടി കുഞ്ഞിയതായിരുന്നു. എന്നാലും അവളുടെ ഇൻട്രസ്റ്റ് കണ്ടപ്പോൾ ഞങ്ങളൊന്ന് കയറി നോക്കട്ടെ, വല്ല മിറാക്കലെങ്ങാനും സംഭവിച്ചാലോ എന്ന് വിചാരിച്ച് നമ്മൾ അതിനെ വിട്ടു. ഇച്ചു പക്ഷേ മാക്സിമം അവൻ്റെ ട്രൈ ചെയ്തു ഒന്ന് കയറി നോക്കാനായിട്ട്. എന്നാലും ഒരു 3 സ്റ്റെപ്പിൽ കൂടുതൽ അവൾ കയറാൻ പറ്റുന്നില്ല. അവൾ കുറച്ച് പേടി വന്ന പോലെ ഇതെങ്ങനെ കയറുന്നതെന്ന് അവൾ നോക്കി കാണുന്നുണ്ട്. പക്ഷെ എന്നാലും അവൾ അവിടെ ചാടിക്കളിക്കാനാണ് അവൾക്ക് നോക്കിയത്. 1 തൊട്ട് 3 എന്നല്ലേ, അവൾ 2-3 പ്രാവശ്യം ഒന്ന് നോക്കി ട്രൈ ചെയ്യാം. പിന്നെ അവൾ എന്നെ ഇങ്ങോട്ട് പറഞ്ഞു വന്നു.
എനിക്ക് കയറാൻ പറ്റാഞ്ഞിട്ടല്ലേ, നിങ്ങൾ എന്താ അവിടെ കിടന്ന് നിലവിളിക്കുന്നതെന്ന് അവൾ എന്നെ ഇങ്ങോട്ട് ചോദിക്കാൻ തുടങ്ങി. പിന്നെ ഇച്ചു അവൾക്ക് പറ്റുന്നത് ചെയ്യാൻ തുടങ്ങി. അവിടെ കിടന്ന് ചാടുക. അവൾ ചാടുന്നത് കണ്ടിട്ട് അവിടെ വന്ന ഫ്രണ്ട്സും കൂടി അവളുടെ കൂടെ ചാടാൻ തുടങ്ങി. ചാടിക്കഴിഞ്ഞ് പിന്നെ അവൾക്ക് ജ്യൂസ് വേണമെന്നായി. ഐ വാണ്ട് ജ്യൂസ് എന്ന് പറഞ്ഞിട്ട് അവൾ കരയാൻ തുടങ്ങി. പിന്നെ അങ്ങനെ ജ്യൂസും വാങ്ങിക്കൊടുത്ത് നമ്മൾ പിന്നെ അവിടെ നിന്നില്ല, വേഗം അവളെ കൊണ്ട് പുറത്തേക്ക് ഇറങ്ങി. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഗൈസ് ഞങ്ങളുടെ ഇന്നത്തെ കുഞ്ഞു വീഡിയോ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണേ, കമൻറ്റ് ചെയ്യണേ, എൻ്റെ സബ്സ്ക്രൈബ് കൂടി ചെയ്യണേ. സോ ബൈ.